കഴിഞ്ഞ ദിവസം എൻ്റെ മോള് വന്ന് ചോദിച്ചു, വളരെ നിസ്സാരമായൊരു ചോദ്യമാണ്, മമ്മ 2 ലൈൻസ് കാണുമ്പോഴല്ലേ പ്രഗ്നന്റ്? സെക്സഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വിച്ച് സ്റ്റാർട്ട് ഫ്രം കണ്ണോ മൂക്കോ തല മുടി എന്ന് പറയുമ്പോൾ ഇല്ലാത്തൊരു ചലപ്പ്. വേറൊരു കാര്യം പറയുമ്പോൾ ഉണ്ടെങ്കിൽ കുട്ടികളെ നോട്ടീസ് ചെയ്യും. റെസ്പെക്ട്, ബൗണ്ടറി, സ്പേസ്, പേഴ്സണൽ സ്പേസ്, കൺസെന്റ്, ഒരുപാട് കാര്യങ്ങൾ, റിലേഷൻഷിപ്പ്. അതിൻ്റെ കുളിപ്പിക്കാനൊക്കെ വയക്കാട്ടിമാർ വരികയാണെങ്കിൽ അവരെന്താ ചെയ്യുക, ഇത് തന്നെ ഇങ്ങനെ വലിച്ചെടുക്കും. കുട്ടി ഇങ്ങനെ ഫോമായിട്ട് വെക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നോ ആണ്, ഇപ്പം ഇത് എടുക്കണ്ട, ഇതെൻ്റെ അമ്മയാണ് എന്നൊരു കോൺസെപ്റ്റ് പതുക്കെ പതുക്കെ വരിക. 1.5 വയസ്സിലെങ്കിലും 17 to 18 മന്ത്സിലുള്ള ടാൻട്രംസ് തുടങ്ങും, ടെമ്പർ ടാൻട്രംസ്. അന്നേരം ഇമോഷൻസ് പഠിപ്പിക്കണമെന്നാ പറയാം. ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആൺകുട്ടിയാണ്, ടീനേജ് ആണ്, നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് അവനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞൊരു ഡയലോഗാണ്, ഞങ്ങൾക്കൊന്നും ആരും ഇത് പറഞ്ഞു പഠിപ്പിച്ചെന്ന കാര്യമല്ല, ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതല്ലേ, അതൊന്ന് പഠിച്ചോളൂ. When spermy needs over, the magic begins. ഇതാണ് വലിയ മൂവി. ഫോണോ ടിവിയോ എനി കൈൻഡ് ഓഫ് സ്ക്രീൻ ഉള്ളൊരു കുട്ടിയാണെന്ന് വിചാരിക്കൂ. ഈ കുട്ടിക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് നിങ്ങൾ എന്നെ അറിയും. ബേസിക് ആയിട്ടുള്ള കൺട്രോളും ബേസിക് ആയിട്ടുള്ള എലമെന്റ്സും നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നത് എത്ര സേഫ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ പ്രൈവറ്റ്, നമ്മൾ പണ്ട് പ്രൈവറ്റ് പാർട്സ് ആണ്, ഇപ്പൊ പ്രൈവറ്റ് സ്പേസ് ആണ്. ഇപ്പൊ ഫ്രണ്ട് ക്യൂബായിട്ടും ബാക്ക് ക്യൂബായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതായത് ഇന്ന പെർട്ടിക്കുലർ ഒരു കാര്യം എന്നല്ല. ട്രെയിനിലൊക്കെ പോകുമ്പോൾ അല്ലേ നമ്മളിങ്ങനെ കുറച്ച് ഒതുങ്ങി ഇരിക്കില്ലേ? ഈ സാധനം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്ന്? ചില സ്ഥലത്ത് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ ബോഡി തരുന്ന സാധനം ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഏജിലുണ്ടാവുന്ന കാര്യമില്ല. കാണുന്ന കുട്ടികൾ ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടി? ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, ഇത് ബേസിക് ഇംഗ്ലീഷ് 1ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കാര്യമാണ്. ഇത് വായിക്കും. ആ ഇൻഫർമേഷൻ തെറ്റാണോ ശരിയാണോ ഇങ്ങനെ അറിയുന്ന കാര്യങ്ങളും നമുക്ക് 24 മണിക്കൂർ മോണിറ്റർ ചെയ്യാനോ കറക്റ്റായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യാനോ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. കൂട്ടുകാർ പറഞ്ഞാലും ടീച്ചർ പറഞ്ഞാലും അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പറഞ്ഞാലും വഴി കൂടെ പോകുമ്പോൾ കണ്ടാലും നമ്മുടെ വീട്ടിലൊന്ന് പറയില്ലേ എന്താ നല്ലത്? നമ്മൾ പറയുന്നതല്ലേ. ഇനി നമ്മളെക്കാൾ നന്നായി ഇതാരാണ് പറഞ്ഞു കൊടുക്കുക? നമ്മുടെ ആ ഒരു സെയിം പ്യുവർ ഇന്റൻഷൻ ആയിരിക്കും മറ്റൊരാളെ കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും സേഫ്റ്റി മതിയെങ്കിൽ ശരി. പക്ഷേ എല്ലാ പേരൻസും ഒരേപോലെയല്ല. അവരുടെ കംഫർട്ട് സ്പേസ് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സെക്സഡ് ഈസ് ഈക്വൽ ടു വാല്യൂ സെക്സഡ് ആണ് ബേസിക്കലി. കാരണം സെക്സഡിനെ കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് വാല്യൂ. ഇന്ന കാര്യം ഇപ്പം പറഞ്ഞു കൊടുത്താൽ ഇപ്പം തന്നെ വന്നത് ചോദിക്കില്ല. ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടോ 2 or 3 ആഴ്ച കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും വന്ന് ചോദിക്കുക. ബിക്കോസ് ഹി നോസ് ദാറ്റ് ബൈ ദിസ് നെയിം ഓൺലി. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരും. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആ നേരത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ദേഷ്യപ്പെട്ട് ഉറങ്ങുകയെങ്കിൽ, പക്ഷേ നമ്മുടെ വീട്ടിലെ കുട്ടികളുണ്ടെന്നും അവർക്കും കണ്ണും കാതും ഉണ്ടെന്നും അവർക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ബ്രെയിൻ ഉണ്ടെന്നും അവർ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധത്തോട് കൂടി ജീവിക്കണം. ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ നമുക്ക് വല്ലാതെ വില്ലന്മാരായിട്ട് വരാറുണ്ട്. കാലം എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മളിപ്പോഴും സ്റ്റക്കായി നിൽക്കുന്ന ഒരു കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഹായ് ആൻഡ് വെൽക്കം ടു സൈന ഹെൽത്ത് പ്ലസ്. ദിസ് ഇസ് ഫെറൻ. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് പാരന്റിംഗ് കോച്ചും സെക്സ് എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റുമായ അമൃത കെ ഫ്രാൻസിസ് ആണ്. അമൃത, വെൽക്കം. ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ട് ഈ വാക്ക് പറയുന്നത് പോലും ഇപ്പോഴാണ്, ഈ റീസെൻ്റ്ലി ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കോൺസെപ്റ്റൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സെക്സ് എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കണം എന്നൊരു ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ സമൂഹം, മലയാളി സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. തുടങ്ങിയതിൽ നിന്ന് വെച്ച് നോക്കുമ്പം ഇപ്പോൾ കുറേ പേരൻസ് റെഡിയാണ് പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും. സോ മാറ്റങ്ങൾ വരുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം എപ്പോഴും ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത് ഏത് ഏജിലാണ് കുട്ടികൾ, കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണെങ്കിലും നമ്മൾ ചെറുപ്രായത്തിൽ അറിഞ്ഞതിനേക്കാളും കൂടുതൽ ഇവർക്ക് എന്തായാലും അറിയാം. ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ മോള് വന്ന് ചോദിച്ചു, വളരെ നിസ്സാരമായൊരു ചോദ്യമാണ്, മമ്മ 2 ലൈൻസ് കാണുമ്പോഴല്ലേ പ്രഗ്നന്റ്? അത് ശരിക്കും റൈറ്റ് ഓർ റോങ് നമുക്കറിയില്ല. ഞാൻ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല, ലൈക്ക് പ്രഗ്നൻസിന്നോ കിറ്റുന്നോ ഒന്നും. അത് റീലിൽ കണ്ടിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ റിലേഷൻ, ഇതൊക്കെ കുട്ടികൾ ഏത് പ്രായത്തിലായിരിക്കും അറിഞ്ഞു തുടങ്ങുന്നത്? ബേസിക്കലി ഏജ് അപ്രോപ്രിയേറ്റ് സെക്സറാണ് നമ്മൾ പറയുക. പക്ഷെ എല്ലാവർക്കും ഒരു മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും ഉണ്ട്. ഇപ്പം 30 വയസ്സായ ഒരാൾക്ക് 60 വയസ്സ് വരെ മെച്യൂരിറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ 10 വയസ്സായ കുട്ടിക്കും ഒരു നല്ല പക്വതയുള്ള ഒരു ബിഹേവിയർ എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഏജ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടീനെ മനസ്സിലാക്കി അയാളുടെ പക്വതയും വിവരവും അനുസരിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ വേർ ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന കുട്ടിയുടെ ജനനത്തോടു കൂടി തന്നെ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. കാരണം സെക്സഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം കറക്റ്റ്
നെയിമിങ് ഓഫ് ആ ബോഡി പാർട്സ്. അവിടെ മുതലാണ് ശരിക്കും സെക്സ് എഡ് തുടങ്ങണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുറേ കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം റെസ്പെക്ട്, ബൗണ്ടറി, സ്പേസ്, പേഴ്സണൽ സ്പേസ്, കൺസെൻറ്റ്, ഒരുപാട് കാര്യങ്ങൾ, റിലേഷൻഷിപ്പ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, സംസാരിക്കുന്ന രീതികൾ, ഒരുപാട് ഉണ്ട്. അവസാനമാണ് ഈ ഇന്റർകോഴ്സ് എന്ന് പറയുന്നത് സംഭവം. പക്ഷെ സെക്സ് എന്ന് നമ്മൾ സാധാരണ ആളുകളോട് പറയുമ്പോൾ അവർക്ക് അതെ ആദ്യം ഓർമ്മ വരിക എപ്പോഴും ഇന്റർകോഴ്സ് ആയിരിക്കും. ഇതാണ് ബേസിക് ആയിട്ടുണ്ടാവുന്ന ഒരു മിത്ത്. ഇനി കുട്ടിയുടെ അടുത്ത് പറയാന്ന് പറയുമ്പം നമ്മൾ കുഞ്ഞിനെ കുളിപ്പിക്കത്തില്ലേ, അന്നേരം മുതലേ നമ്മൾ ബോഡി പാർട്സ് പറഞ്ഞിട്ടാ ചെയ്യാം. ഇപ്പൊ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുഞ്ഞുവാവയെ കുളിപ്പിക്കുമ്പോൾ മക്കളുടെ കൈ എടുക്കട്ടെ, അമ്മ കൈ എടുക്കുവാണേ, കൈ ഒഴിയുവാണേ, അങ്ങനെയല്ലേ പറയാം. ഇപ്പൊ നമ്മളൊക്കെ പേരന്റിങ്ങിന് ഞാനൊക്കെ പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ 0-2 മുതൽ തന്നെ അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യാം. അപ്പം കുട്ടീനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നത് പോലും പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ. ഇപ്പം കുഞ്ഞുങ്ങൾ കൈയൊക്കെ ഇന്നെ ഫേമായിട്ട് വെക്കും. നമുക്ക് വേറെ ഇഷ്ടംപോലെ ബോഡി പാർട്സ് ഉണ്ടല്ലോ, ഇത് തന്നെ വലിച്ചു പിടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ കുളിപ്പിക്കാനൊക്കെ വയറ്റാട്ടിമാര് വരികയാണെങ്കിൽ അവരെന്താ ചെയ്യുക, ഇത് തന്നെ അങ്ങനെ വലിച്ചെടുക്കും. കുട്ടി ഇങ്ങനെ ഫേമായിട്ട് വെക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നോ ആണ്, ഇപ്പൊ ഇത് എടുക്കണ്ട. അതാണ് റെസ്പെക്ട്, ബൗണ്ടറി എന്ന് പറയുന്ന സാധനം. നോ, കുട്ടി പറഞ്ഞു ശരി എന്നാ ഈ ഇടത്തെ കൈ എടുക്കണ്ട, എന്നാ നോക്കിട്ടോ വലത്തെ കൈയിൽ എണ്ണ വെക്കട്ടെ, ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. ഇത് സെക്സിന്റെ പാർട്ട് തന്നെയാണ്. ദിസ് ഇസ് നോട്ട് ഡിഫറെന്റ്. ഇതെന്തിനാ പറയണെന്നറിയോ? എല്ലാ അമ്മമാർക്കും അല്ലെ അച്ഛന്മാർക്കും ഓടിപ്പോയിട്ട് വൾവാന്നോ പീനസ്നോ ബട്ടക്സ്നോ ബ്രസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞുവാവ ഉണ്ടായ സമയം മുതൽ നിങ്ങളിങ്ങനെ കുളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഉടുപ്പ് മാറ്റുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞ് പഠിക്കുക. അപ്പോൾ ഒരു 1.5 വയസ്സാകുമ്പോൾ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു 8-9 വയസ്സായി 10 മാസത്തിൽ എന്തായാലും പിടിച്ചു നിന്നു. 1.5-2 വയസ്സോട് കൂടി നടന്നു തുടങ്ങി ഇല്ലേ? അപ്പൊ ഉടുപ്പില്ലാതെ ആയിരിക്കും ഓടുക. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നിക് നെയിംസ് യൂസ് ചെയ്യാതെ അവരെ കളിയാക്കാതെ ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കണ്ണും ചെവിയും നമ്മൾ പറയുന്ന അത്രയും കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് വൾവാന്നോ ബട്ടക്സ്നോ പറയാൻ പറ്റണം. അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും വലിയ കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ ജസ്റ്റേഴ്സിനുള്ള ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകും. അപ്പൊ ഞാൻ പറയാറുള്ള കാര്യമാണ്, കണ്ണോ മൂക്കോ തല മുടി എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഒരു ചലിപ്പ് വേറൊരു കാര്യം പറയുമ്പോൾ ഉണ്ടെങ്കിൽ കുട്ടികളെ നോട്ടീസ് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് സെക്സ് എഡ് തുടങ്ങേണ്ടത്. 1.5 വയസ്സ് മുതലെങ്കിലും നിർബന്ധമായിട്ടും കറക്റ്റ് നെയിം ഓഫ് ദ പാർട്സ് പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കണം. കാരണം 1.5 വയസ്സൊക്കെ മുതലാണ് ബിലോങ്ങിങ്നെസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതായത് ഇത് എന്റെയാണ്, ദിസ് ഇസ് മൈ ടോയ്, ദിസ് ഇസ് മൈ മദർ. ഇപ്പൊ 1.5 വയസ്സുള്ള കുട്ടീനെയൊക്കെ എടുക്കുന്ന ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതായത് അങ്ങനെ അത്ര ഏജൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് മറ്റൊരാൾ വന്നിരിക്കുമ്പോൾ ഒരു തള്ളി മാറ്റും. ഒരു 6.5 പോട്ടെ ഒരു 8 മാസം മുതലുള്ള കുട്ടികൾ തന്നെ അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു തുടങ്ങാറുണ്ട്. ഇപ്പൊ എൻ്റെ അമ്മ പോയി അവിടെ അടുത്തിരിക്കുമ്പോൾ ഇത് എൻ്റെ അമ്മയാണ് എന്നൊരു കോൺസെപ്റ്റ് ഒക്കെ പതുക്കെ വരിക. അപ്പൊ 1.5 വയസ്സിലെങ്കിലും 17-18 മന്ത്സിൽ നമ്മൾ ടാൻട്രംസ് തുടങ്ങും, ടെമ്പർ ടാൻട്രംസ്. അന്നേരം ഇമോഷൻസ് പഠിപ്പിക്കണം എന്നാ പറയാം. ദാറ്റ് ഈസ് ഓൾസോ സെക്സ് എഡ്. ഇമോഷൻസ് പഠിപ്പിക്കണം, ഇമോഷണൽ റെഗുലേഷൻസ് പഠിപ്പിക്കണം, ലേബലിംഗ് പഠിപ്പിക്കണം, ബൗണ്ടറീസ് പഠിപ്പിക്കണം. അതിൻ്റെ കൂടെ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഈ പാർട്സും. ഇതെല്ലാമാണ് സെക്സ് എഡ്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രമല്ല. അതുകൊണ്ട് ഇതിപ്പോ നമ്മൾ എപ്പോൾ തുടങ്ങിയതാ? ഇങ്ങനെയാ പഠിപ്പിച്ചു തുടങ്ങേണ്ടത്. നിങ്ങൾ പക്ഷെ സ്കൂളിൽ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇനി എന്ത്, സ്കൂളിൽ പോയി തുടങ്ങുന്ന പ്രായത്തിലെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ പണ്ട് പ്രൈവറ്റ് പാർട്സ് ആണ്, ഇപ്പൊ പ്രൈവറ്റ് സ്പേസ് ആണ്. ഇന്നിപ്പോ ഫ്രണ്ട് ക്യൂബായിട്ടും ബാക്ക് ക്യൂബായിട്ടുമാണ് പഠിപ്പിക്കുന്നത്. അതായത് ഇന്ന പെർട്ടിക്കുലർ ഒരു കാര്യം എന്നല്ല. നമ്മൾ തുടങ്ങിയ സമയത്ത് എന്താ പറയുക, ബാഡ് ടച്ച് ഗുഡ് ടച്ച് ആയിരുന്നു. അത് പിന്നെ സേഫ് ആൻഡ് അൺസേഫ് ടച്ചായി. ഇപ്പൊ അത് സേഫ് ആൻഡ് അൺസേഫ് ബിഹേവിയർ ആണ്. കാരണം ഗ്രൂമിങ് ആണെങ്കിലും ഒരു കുട്ടീനെ മൊളസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിലും ഓടി വന്ന ഒരു പ്രൈവറ്റ് പാർട്ടിലല്ല ടച്ച് ചെയ്യാം. പക്ഷെ ആര് നമ്മുടെ അടുത്ത് വന്നാലും നമ്മൾ കംഫർട്ടബിൾ അല്ലാത്തൊരു സ്പേസിലാണെങ്കിൽ ബോഡി നമ്മളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഉറപ്പായിട്ടും. നമ്മൾ ഓക്കെ അല്ല എന്നൊരു ഫീലിംഗ് നമ്മുടെ ബോഡി നമുക്ക് തരും. അതാണ് സൊമാറ്റിക്സ് എന്ന് പറയുന്നത്. ബോഡിയുടെ ഇന്റലിജൻസ് ആണ് സൊമാറ്റിക്സ്. നമുക്ക് കോഗ്നിറ്റീവ് ഇന്റലിജൻസ് ഉള്ളതുപോലെ തന്നെ ഇന്റലിജൻസ് ഓഫ് ദ ബ്രെയിൻ, അതേപോലെ ഇന്റലിജൻസ് ഓഫ് ദ ബോഡി ഉണ്ട്. ഇപ്പൊ നമ്മൾ അറിയാത്ത ഒരാളുടെ അടുത്ത് പെട്ടെന്ന് പോയിരിക്കുന്നു, നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോ അല്ലേ നമ്മളിങ്ങനെ കുറച്ച് ഒതുങ്ങിയിരിക്കില്ലേ? ഈ സാധനം നമുക്ക് കിട്ടുന്നത് എവിടെ? ചില സ്ഥലത്ത് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ബോഡി തരുന്ന സാധനം. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അതിങ്ങനെ ഒരു പർട്ടിക്കുലർ ഏജിൽ ഉണ്ടാവുന്ന കാര്യമല്ല. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കൂടെ വളരണം. കുഞ്ഞ് എന്താണ്, കുഞ്ഞിൻ്റെ മെച്യൂരിറ്റി എന്താണ്, മനസ്സിലാക്കുന്ന അപഗ്രഥിക്കുന്ന രീതികൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനോടൊപ്പം പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഇന്ന ഏജിലെ ഇത് എന്നില്ല.
ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്. ഷീസ് മോർ ഇൻ ടു ലൈക്ക് ഒരു മോഡേൺ പാരൻറ്റിങ്. കുട്ടികളോട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ ഒരു കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ, ആൺകുട്ടിയാണ്, ടീനേജ് ആണ്, നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് അവനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞൊരു ഡയലോഗാണ്, ഞങ്ങൾക്കൊന്നും ആരും ഇത് പറഞ്ഞു പഠിപ്പിച്ചു തന്ന കാര്യമല്ല, ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതല്ലേ, അതൊക്കെ അങ്ങ് പഠിച്ചോളും എന്നുള്ളതായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എന്തുമാത്രമാണ് ഇപ്പോൾ പിയർ ഗ്രൂപ്പ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞമാതിരി സോഷ്യൽ മീഡിയ വഴിയും കുട്ടികൾ പല കാര്യങ്ങളും അറിയുന്നുണ്ട്. അതൊരു റൈറ്റ് വേ ഓഫ് എഡ്യൂക്കേറ്റിംഗ് ആണോ? നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, ഓർ ഓരോ പ്രായത്തിലും അവർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ചോളൂ? കിൻഡർ ഹോസ്പിറ്റലിന്റെ പുതിയ ഹോർഡിംഗ് ഉണ്ട്. അതൊരു വലിയ ഹോർഡിംഗ് ആ, കുഞ്ഞു ഹോർഡിംഗ് അല്ല. അതിനകത്ത് കോണ്ടന്റ് എന്താണ്? വെൻ spermy meets ovum, the magic begins. ഇതാണ് വലിയ ഹോർഡിംഗ്. ഇത് എല്ലാ സിറ്റീസിലും, മെയിൻ സിറ്റീസിലും എല്ലാ NHലും ഉള്ളതാണ്. ആ ഹോർഡിംഗിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷേ അത് കാണുന്ന കുട്ടികൾ ഇതിപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയേ? ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, ഇത് ബേസിക് ഇംഗ്ലീഷ് 1ാം ക്ലാസ്സിൽ അവർ പഠിക്കുന്ന കാര്യമാണ്. ഇവത് വായിക്കും, ആരാ സ്പേമി, ആരാ ഓവം, വെൻ ദേ മീറ്റ് മാജിക് ബിഗിൻസ്. ഇതാരാ പറഞ്ഞു കൊടുത്തേ അവർക്ക്? എവിടുന്നാ ഇത് കിട്ടിയത്? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണ്ട, നിങ്ങളുടെ കുട്ടിക്ക് സോഷ്യൽ മീഡിയ എക്സ്പോഷർ ഉള്ള, ഫോണോ ടിവിയോ എനി കൈൻഡ് ഓഫ് സ്ക്രീൻ ഉള്ളൊരു കുട്ടിയാണെന്ന് വിചാരിക്കൂ. ഈ കുട്ടിക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് നിങ്ങൾ എങ്ങനെ അറിയും? എന്താണ് അവിടെ കൺട്രോള്? ആരെന്താണ് പറഞ്ഞു കൊടുത്തത്? എവിടെ നിന്നാണ് എന്താണ് കണ്ടത്? ഇനി കണ്ടത് എന്താണ് അവർ പെർസീവ് ചെയ്തത്? എവിടെ നിന്ന് കിട്ടി? അങ്ങനെ ഒരു കൺട്രോൾ കിട്ടുമോ? ഇല്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കൺട്രോളും ബേസിക് ആയിട്ടുള്ള എലമെന്റ്സും നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നത് എത്ര സേഫ് ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കേ. ഇപ്പോൾ അച്ഛനും അമ്മയും തന്നെ ഇതുപോലുള്ള എന്ത് കോൺസെപ്റ്റും പറയുകയും സംസാരിക്കുകയും ഓപ്പൺലി ഡിസ്കസ് ചെയ്യുന്ന വീടാണെന്ന് വിചാരിക്കുക. കുട്ടി ഇത് എവിടെ നിന്ന് കിട്ടില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാർ പറഞ്ഞാലും ടീച്ചർ പറഞ്ഞാലും അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പറഞ്ഞാലും വഴി കൂടെ പോകുമ്പോൾ കണ്ടാലും നമ്മുടെ വീട്ടിലൊന്ന് പറയില്ലേ? അപ്പം നമ്മുടെ കുട്ടി എത്രത്തോളം സേഫ് ആയിട്ടിരിക്കും? നമ്മളിത് പറയാതിരുന്നാൽ ഇനി കൂട്ടുകാരുടെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടും. ആ ഇൻഫർമേഷൻ തെറ്റാണോ ശരിയാണോ എങ്ങനെ അറിയും? ഇനി കുട്ടികളുടെ അറിവും കുട്ടികൾ അറിയുന്ന കാര്യങ്ങളും നമുക്ക് 24 മണിക്കൂർ മോണിറ്റർ ചെയ്യാനോ കറക്റ്റായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യാനോ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ നമ്മൾ തന്നെ ഇത് പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഇതിനൊരു സ്പേസ് ഉണ്ടെങ്കിൽ കുട്ടി ഇത് തപ്പി വേറെ എവിടെയും പോവില്ലല്ലോ. അപ്പം എന്താ നല്ലത്? നമ്മൾ പറയുന്നതല്ലേ. ഇനി നമ്മളെക്കാൾ നന്നായി ഇതാരാണ് പറഞ്ഞു കൊടുക്കുക? നമ്മൾ പറയുന്ന ഇത്രയും ഓപ്പൺ ആയിട്ട് കുട്ടി പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മോശമാക്കില്ല. മോസ്റ്റ് ഓഫ് ദ ടൈംസ് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യില്ല ആസ് എ പേരൻറ്റ്. അപ്പം നമ്മുടെ ആ ഒരു സെയിം പ്യുവർ ഇൻറ്റൻഷൻ ആയിരിക്കുമോ മറ്റൊരാൾ ഈ കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ? അപ്പം അതുകൊണ്ടാണ് ഇത് പേരൻസ് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണെന്ന് പറയാനുള്ള കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത് എവിടെ നിന്നും കിട്ടാം, എങ്ങനെയും കിട്ടാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു അഡ്വർടൈസ്മെന്റ് വന്ന് ചോദിക്കുമ്പം ചോദിക്കുന്ന ആൾ ആരാണെന്ന് അനുസരിച്ചിരിക്കില്ലേ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന്? അയാൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വിവരങ്ങൾ മാത്രമല്ലേ ആ കുട്ടിക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ കുട്ടി എത്രത്തോളം സേഫ് ആണ്? നിങ്ങൾക്ക് അത്രയും സേഫ്റ്റി മതിയെങ്കിൽ ശരി. പക്ഷേ എന്തെങ്കിലും, അതാ ഞാൻ പറഞ്ഞേ, whenever there is a safety concern, അപ്പൊ പിന്നെ നമ്മളെല്ലാവരും പാനിക്കാവും. അതെ. അപ്പൊ അതിനേക്കാളും നല്ലത് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും തുടക്കത്തിൽ ഇവിടുന്ന് കിട്ടുക. ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും എല്ലാ കുട്ടികളും വന്നിട്ട് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മളിതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാം, ഇത്രയെങ്കിലും അവർക്ക് അറിയാലോ എന്നൊരു സമാധാനം എങ്കിലും നമുക്കുണ്ടാകും. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഓരോ ഇൻഡിവിജ്വലും പല സ്വഭാവമുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നെയിം ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയും. ഇപ്പോൾ ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു പാരൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തുമാത്രമാണ് നമുക്കിപ്പോൾ ഒരുപാട് ബുക്സ് ഉണ്ട് ഇതിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റീവായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ആ ഒരു മീഡിയം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? നോക്കൂ, ബേസിക്കലി എല്ലാ പേരൻസും ഒരേപോലെയല്ല. അവരുടെ കംഫർട്ട് സ്പേസും ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തായാലും പറഞ്ഞു കൊടുക്കണം. ആൻഡ് പേരൻറ്റിന് തന്നെ കടമയാണ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇനി കുട്ടിയുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇപ്പം എനിക്ക് തന്നെ ഓൺലൈൻ റെക്കോർഡഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് വാങ്ങിച്ച് നിങ്ങളൊന്ന് കാണുക, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു വീഡിയോ കിട്ടി, അല്ലെങ്കിൽ ഒരു പുസ്തകം കിട്ടി, നിങ്ങൾ ആദ്യം ഒറ്റയ്ക്കിരുന്ന് വായിക്കുക. അപ്പം നിങ്ങൾ എന്തിനാ ഒറ്റയ്ക്ക് വായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം
നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും നിങ്ങളുടെ ബിക്കോസ് സെക്സഡ് ഈസ് ഈക്വൽ ടു വാല്യൂ സെക്സഡ് ആണ് ബേസിക്കലി. കാരണം സെക്സഡിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് വാല്യൂ. അപ്പം ഈ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ആൾ അയാളുടെ ഐഡിയാസും അയാളുടെ വാല്യൂസും കൂടി ഈ ഒരു കോണ്ടന്റിന്റെ കൂടെ വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അയാൾ നമുക്ക് വളരെ ടേം വെച്ചിട്ട് മാത്രം ഇന്റർകോഴ്സോ അല്ലെങ്കിൽ ഇതിനൊരു റിലേഷൻഷിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. അതിന്റെ കൂടെ നമ്മൾ അതിന്റെ വളർച്ചയെക്കുറിച്ചും അതിന്റെ കൾച്ചറൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെ പറയും. ഇപ്പൊ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അവരുടെ ഒരു കൾച്ചറുമായിട്ട് ബയസ്ഡ് ആയിപ്പോ. അതുകൊണ്ടാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ, പുസ്തകമായിക്കോട്ടെ, റെക്കോർഡ് കണ്ടന്റ് ആയിക്കോട്ടെ, ഒരു വീഡിയോ ആയിക്കോട്ടെ, ഒരു മൂവി ആയിക്കോട്ടെ, നിങ്ങളിരുന്ന് കാണും. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ കുട്ടിയോടത് കാണാൻ പറയാം. എന്നിട്ട് നിങ്ങൾക്കൊരു ഡിസ്കഷൻ ആകാം. ആ കുട്ടി ചോദിച്ചാൽ ഡിസ്കഷൻ ആവാം. എപ്പോഴും നമ്മൾ പറയും ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ടാസ്ക് ആണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി പറയണം. അല്ലാണ്ട് അവർക്ക് അറിയാൻ പറ്റില്ല. കാരണം അവർക്ക് എന്തൊക്കെയാണ്, അവരുടെ തലയിൽ എന്തൊക്കെയാണ് പോകണമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന കാര്യം ഇപ്പം പറഞ്ഞു കൊടുത്താൽ ഇപ്പം തന്നെ വന്നത് ചോദിക്കില്ല. ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടോ 2 or 3 ആഴ്ച കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും വന്ന് ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റണം, ഓ ഞാൻ ഈ പുസ്തകം കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്നേരം നിങ്ങളത് ചിന്തിക്കാനാണോ ദൈവമേ ഒരു തടത്ത് കിട്ടി. കാരണം ഈ പുസ്തകം കൊടുത്ത കാര്യമേ നമ്മൾ മറന്നുപോയി. നമുക്ക് ആവശ്യത്തിലധികം കാര്യങ്ങളുണ്ടല്ലോ ചിന്തിക്കാൻ വേണ്ടി. ഇതാണ്. അപ്പം എല്ലാവരും ഒരേപോലെ അല്ല, എല്ലാ പേരൻസും ഒരേപോലെ അല്ല. പക്ഷേ ഒരുപാട് മീൻസ് ഉണ്ട്. നിങ്ങളത് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി. ഇനി കുട്ടികൾക്ക് തന്നെ സെക്സഡ് കൊടുക്കുന്ന പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. നിങ്ങൾ കൂടെ ഇരുന്നാൽ മതി. അപ്പം ഞാനൊക്കെ കുട്ടികൾക്ക് സെക്സഡ് എടുക്കുമ്പോൾ 18 വയസ്സിന് താഴെയാണെങ്കിൽ നിർബന്ധമായിട്ടും പറയും പേരൻസ് ഉണ്ടാവണം. പേരൻസിൻ്റെ പ്രസൻസിലേ പറയാൻ പറ്റും. കാരണം ഞാൻ 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പോവുമല്ലോ. പിന്നെ ഇവരുടെ ഡൗട്ട്സ് ആര് തീർക്കും? പേരൻസ് കൂടെ ഇരുന്നാലേ ഞാൻ എന്താ ഇവർക്ക് പറഞ്ഞു കൊടുത്തെന്ന് അറിയുള്ളൂ. ഇപ്പൊ സ്കൂൾസിൽ പോകുമ്പോൾ നിർബന്ധമായിട്ട് പറഞ്ഞ കാര്യം ടീച്ചേഴ്സ് അവിടെ പ്രസന്റ് ആയിരിക്കണം. കാരണം ടീച്ചേഴ്സ് കേട്ടിട്ടുണ്ടല്ലോ എന്താ പറഞ്ഞതെന്ന്. അപ്പൊ അറ്റ്ലീസ്റ്റ് അവർക്ക് അറിയാലോ ഇതൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ഇതിന്റെ ഡൗട്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. കോമിക് ബുക്സ് ആണെങ്കിലും സീരീസ് ആണെങ്കിലും റെക്കോർഡ് കോണ്ടന്റ് ആണെങ്കിലും ഇതൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളത് വാങ്ങിക്കുക. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് കണ്ടിട്ട് ഇതൊന്ന് കാണൂ എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഇനി കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാം. ഒരേ ഏജ്. ഇപ്പം നമ്മുടെ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മോസ്റ്റ് ഓഫ് ദ പിള്ളേരും ആ ഒരു പേരൻറ്റും ഒക്കെ ആയിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവുമല്ലോ. ഒരുമിച്ച് സംസാരിക്കാം. അപ്പം അതിൽ തന്നെ കുറച്ച് സംസാരിക്കാനോ ഒന്ന് പറഞ്ഞു കൊടുക്കാനോ ഒക്കെ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഇൻ ദ സെൻസ് ഒരു അമ്മയാവോ ഒരു അച്ഛനാവോ ഉണ്ടെങ്കിൽ അയാളത് ലീഡ് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കൂ, ഒരുമിച്ച് സംസാരിക്കൂ, അങ്ങനെയാലും മതി. പക്ഷേ എന്നാലും എൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യവും പറയുന്ന കാര്യങ്ങളും എത്തിക്കലായിരിക്കണം, കറക്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കണം. അത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ ഭയങ്കര ഷൈ ആണ്, ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല എന്ന് പറഞ്ഞതിനകത്തൊന്നും അർത്ഥമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു പാരൻസ് ലൈക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എന്ന രീതിയിൽ നമ്മൾ ഇത്ര സംസാരിച്ചു. ചില തെറ്റുകൾ പാരൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ലേബിളിങ്ങിന്റെ കാര്യത്തിലാവാം. ഇപ്പോൾ എന്താ പറയുക, ഒരു ജിമ്മിൽ പോയി അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള അച്ഛൻ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കുഴപ്പമില്ല. പക്ഷെ ഇതേ ഭാഗം തന്നെ ഒരു ആവശ്യം വരികയാണ്, അമ്മയുടെ ഒരു കണ്ടീഷനെ പറ്റി പറയണം, അവിടെ ബ്രസ്റ്റ് ഒന്നും ഉപയോഗിക്കാൻ അവർക്ക് മടിയാണ്. പിന്നെ നമ്മളാണെങ്കിൽ പോലും ലൈക്ക് വി ഹാവ് എന്താ പറയുക ലോങ് ലിസ്റ്റ് ഓഫ് നിക് നെയിംസ്. അത് വെച്ചിട്ട് തന്നെയാണ് വലിയവർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അതുപോലെ തന്നെ ടിവിയിലൊക്കെ ഇന്റിമേറ്റ് സീൻസ് വരുമ്പോൾ നമ്മുടെ അഭിനയം കൊണ്ട് തന്നെ കുട്ടിക്ക് മനസ്സിലാവും എന്തോ സംതിങ് ഫിഷി എന്ന് പറയുന്ന പോലെ. എന്തൊക്കെയാണ്, അതായത് കുട്ടീനെ കൂടുതൽ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള ബോഡി പാർട്സ് ലേബിൾ ചെയ്ത് മാത്രമേ പറ്റൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പം ഞാനിങ്ങനെ പെൺകുട്ടികളുടെ എന്താ പറയുക എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് വളരെയാണ്, ആൺകുട്ടികളുടെ പീനസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി ചോദിച്ചാണ്, അവൻ 7ലാ പഠിക്കുന്നത്, അവൻ ചോദിച്ചാണ് അപ്പോൾ പുസി എന്താന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. ബിക്കോസ് ഹി നോസ് ദാറ്റ് ബൈ ദിസ് നെയിം ഓൺലി. ഇതിൻ്റെ അപകടം എവിടെ കിടക്കണമെന്ന് അറിയോ? ഇതൊരു മൊളസ്റ്റേഷൻ വരുമ്പോൾ എൻ്റെ പുസി ഒരാൾ ടച്ച് ചെയ്തു, എൻ്റെ പുസി ഒരാൾ ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ആർക്കെന്ത് മനസ്സിലാവും? എൻ്റെ എന്ത് പുസി എന്ന് ചോദിക്കില്ലേ? അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതിൻ്റെയൊക്കെ ഒരു വലിയ അപകടം ഇതാണ്. നിങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു കഥയാണ് കുക്കി സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടി, ചെറിയ കുട്ടി, കിൻഡർഗാർട്ടനിൽ പഠിക്കുന്ന കുട്ടി വന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയും, ഗ്രാൻഡ് ഫാദർ ലിക്ഡ് മൈ കുക്കി. അപ്പോൾ ടീച്ചർ
ടീച്ചർ ദാറ്റ്സ് ഓക്കെ, ഷെയറിങ് ഇസ് കെയറിങ്, ഷെയറിങ് ഇസ് ലവിങ് എന്ന് പറയും. കുറെ നാൾ കഴിഞ്ഞിട്ട് അമ്മ ഒരു ദിവസം PTA മീറ്റിങ്ങിന് വരുമ്പോഴെന്തോ ആണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ആ കുട്ടിക്ക് എന്തോ നടക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പൊ ടീച്ചർ ഇങ്ങനെ അവരെ വിളിപ്പിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വയ്യായിക ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റാൻഡമായിട്ട് ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയാറുണ്ട് കേട്ടോ ഈ ഗ്രാൻഡ് ഫാദർ ലിക്ക് മൈ കുക്കിന്ന്. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കുക, അതെന്താ അങ്ങനെ ചെയ്യണത് ഗ്രാൻഡ് ഫാദർ, കുട്ടിയുടെ കുക്കിയാണോ എടുത്ത് കഴിക്കാന്ന് ചോദിച്ചപ്പോൾ അമ്മ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കഥ. അപ്പൊ ഈ കുട്ടിക്ക് വൾവ എന്നുള്ള പേര് പറയാൻ അറിയാമായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുമായിരുന്നോ? മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പിന്നെ ഈ വൾവ എന്ന് പറയുമ്പോൾ ഇത്ര മുഖം ചുളിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ പാർട്ടിനെ വല്ലാതെ സെക്ഷലൈസ് ചെയ്ത് ചിന്തിക്കുന്നത് കൊണ്ടാ. അത് തന്നെ ബ്രസ്റ്റിന്റെ കാര്യത്തിലുള്ളത്. ഇപ്പൊ ഈ നിപ്പിൾ എന്ന് പറഞ്ഞത് സ്ത്രീക്ക് മാത്രമുള്ള സാധനമൊന്നുമല്ലല്ലോ, പുരുഷനുള്ള സാധനമല്ലേ. പക്ഷെ എന്നാലും നമുക്ക് സ്ത്രീയുടെ നിപ്പിൾ എവിടെയെങ്കിലും ഒന്ന് സൈഡിലായിട്ട് കണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ പ്രോബ്ലമാണ്. ഇപ്പം കഴിഞ്ഞ സ്ഥലത്ത് ഒരു ഇത് തന്നെ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ഇതായല്ലോ, ഷർട്ട് ഇടുമ്പോൾ ആണുങ്ങളുടെ നിപ്പിൾ കാണുന്നില്ലേ, അതിനൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ ഇപ്പം നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ ഈ പറയുന്ന പോലെ ബൈക്കിൻ്റെ പുറകിലിരുന്നൊക്കെ പോകുമ്പോൾ ക്രോപ്പ് ടോപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അണ്ടർ ഗാർമെൻറ്റും അവരുടെ ഉടുപ്പും എല്ലാം അവരുടെ ദേഹവും എല്ലാം കാണാൻ പറ്റും. നമ്മൾ റാൻഡമായിട്ടൊരു കമൻറ്റ് പറയും. ഇത് കാറിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പരസ്പരം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലൊരു കമൻറ്റ് പറഞ്ഞതാവാം, അതും കേൾക്കുന്നുണ്ട്. കുട്ടികൾ എന്ത് ചിന്തിക്കുന്നുള്ളതിന്റെ കാര്യത്തിൽ നമുക്ക് കൺട്രോളൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് പറയണമെന്ന് നമുക്ക് ചിന്തിക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു പരിധി വരെ ആൺകുട്ടിക്ക് ഇല്ല. പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമേ ഇതൊക്കെ പറയുള്ളൂ, അവൾ ഇട്ടേക്കണം കണ്ടോ. എന്നാൽ മറ്റേ ലോ വേസ്റ്റുകാർ ഇടുമ്പോൾ ഇതിപ്പോ തന്നെ ഊരിപ്പോയി എന്ന് നമുക്ക് തോന്നാറുണ്ട്. അതിനൊരു പ്രശ്നമല്ലതാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഡേ ടു ഡേ ഇന്ററാക്ഷൻസിൽ കുട്ടികളെ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി തന്നെ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതിനകത്ത് കുറച്ചുകൂടെ പറയാനാണെങ്കിൽ ഒട്ടും ശ്രദ്ധിക്കാത്ത പേരൻസും ഗ്രാൻഡ് പാരൻസും ഉണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ആയിരിക്കില്ലല്ലോ ഇരിക്കുക, അല്ലേ? നമ്മളുടെ ഡ്രസ്സിനകത്ത് ചിലപ്പോൾ നമ്മുടെ ക്ലീവേജ് കാണും, ഇല്ലേ? സാരി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ അടിച്ചു വരുമ്പോഴോ പാത്രം കഴുകുമ്പോഴോ സാരി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഒരു ലൂസ് ടോപ്പ് ആണെങ്കിൽ എല്ലാം കാണും. ഇപ്പൊ അണ്ടർ ആംസ് കാണും ചിലപ്പോ. ഇതൊക്കെ കുട്ടികളും കാണുന്നില്ലേ? അപ്പൊ അവർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരും. അപ്പം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആ നേരത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ദേഷ്യപ്പെട്ട് ഉറഞ്ഞുള്ളിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ചോദിക്കില്ല, അവർക്ക് ചോദിക്കാൻ പറ്റില്ല. ബട്ട് ദാറ്റ് സ്റ്റേസ് ഇൻ ദം. ഇതെല്ലാം ഉറവിടങ്ങളാണ്. അപ്പൊ യു ഹാവ് ടു ബി മൈൻഡ്ഫുൾ. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം എന്നാണോ? അല്ല. പക്ഷേ നമ്മുടെ വീട്ടിലെ കുട്ടികളുണ്ടെന്നും അവർക്കും കണ്ണും കാതും ഉണ്ടെന്നും അവർക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ബ്രെയിൻ ഉണ്ടെന്നും അവർ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കണം. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ ഈസി ആയിരിക്കും. അതിനെന്താ കുഴപ്പം? അപ്പം ഞാൻ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളാ. ഒരു മീൻകാരി ചേച്ചി വീട്ടിലൊന്നും കേൾക്കും, ഞാൻ അവരെ മോശമാക്കി പറയല്ല, അവരിതുപോലെയല്ലോ സാരി കൊടുക്കുക. അവരുടെ കൺസേണും ഫോക്കസ് എന്താ? അവരുടെ മീൻ കൂടയിലുള്ള മീൻ എത്രയും വേഗം വിറ്റ് തീർക്കുക, എന്നിട്ട് വീട്ടിൽ പോവുക എന്നുള്ളതാണ്. അവരിപ്പോൾ മാർക്കറ്റിലൊക്കെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന ചേച്ചിമാരെ കണ്ടിട്ടുണ്ടോ? മുട്ട് വരെ സാരി കയറ്റി വെച്ചിട്ട് ഇരുന്നിട്ടായിരിക്കും അവർ. അതിനിപ്പോൾ എന്താ കുഴപ്പം? അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് അതായത് സ്ത്രീ ശരീരത്തിന് നമ്മൾ സെക്ഷലൈസ് ചെയ്യാതെ ഒരു ഭോഗ വസ്തുവായിട്ട് കാണാതെ സംസാരിക്കാൻ നമുക്ക് പറ്റണം. അത് നമുക്ക് പറ്റിയാലേ നമ്മുടെ കുട്ടികൾക്ക് അത് പറ്റുള്ളൂ. എന്തുമാത്രം ഇപ്പൊ നമ്മൾ ആ ഒരു ലെവലിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. പക്ഷെ എന്നാലും അറിയാതെ നമ്മൾ എന്താ പറയണ, ഈ നസറന്താസ് എന്നുള്ള പറയില്ലേ, ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ നമുക്ക് വല്ലാതെ വില്ലന്മാരായിട്ട് വരാറുണ്ട്. ഇപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾ അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുട്ടി അങ്ങനെ ഇട്ടോട്ടെ എന്ന് പറയും. പക്ഷേ ഇപ്പം നമ്മൾ ഇടുന്ന പോലത്തെ ഒരു കുട്ടി വളർച്ച അനുസരിച്ചുള്ളൊരു ഡ്രസ്സ് നമ്മൾ ഇട്ടു, ആ കുട്ടീനെ ആരെങ്കിലും ഒരു കമൻറ്റ് മോശമായിട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഭയങ്കരമായിട്ട് ഒഫൻഡഡ് ആവും നമ്മൾ. പിന്നെ നമ്മൾ എക്സ്ട്രീംലി ശ്രദ്ധിക്കാൻ തുടങ്ങും, നീ അങ്ങനെ ഇടാൻ പാടില്ല, ഇങ്ങനെ ഇടാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ആദ്യമേ നമ്മുടെ ബോഡിയെക്കുറിച്ചും നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ബൗണ്ടറീസിനെ കുറിച്ചും ഇതൊക്കെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളായിരുന്നു. പെട്ടെന്ന് കൊച്ചിനോട് ഇനി നീ അങ്ങനത്തെ ഇതിടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആസ്പെക്റ്റും എന്തുകൊണ്ട് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പേരൻറ്റിങ്ങിൽ ആസ് ദേ ഗ്രൂ അപ്പ് ബേസിക്കലി. ഇപ്പോൾ പീരിയഡ്സ് ആവുന്നത് വരെ ഇപ്പം എന്താ, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണേ, ഒരു പേരൻറ്റ് വന്ന് പറഞ്ഞ കൺസേൺ ആണ്, ആ കുട്ടി 8ൽ പഠിക്കുന്ന കുട്ടിയാണ്, ഉടുപ്പിട്ടിട്ടാണ് ഉറങ്ങുക. ഇപ്പൊ പീരിയഡ്സ് ആയി, ഇപ്പൊ അമ്മയ്ക്ക് നിർബന്ധം ഉടുപ്പിട്ട് ഉറങ്ങാൻ പറ്റില്ല, അടിയിൽ ഒരു പാന്റ് ഇടണം. അതിപ്പോ പറഞ്ഞാൽ അതിന് പറ്റുമോ? ശരി,
അപ്പൊ ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിക്കാണ്, മാം അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പെട്ടെന്ന് എനിക്ക് അങ്ങനെ പറ്റില്ല. ഞാൻ എന്റെ മുറിയിലല്ലേ ഉറങ്ങുന്നേ, കുറച്ച് പൊങ്ങിപ്പോയാൽ എന്താ കുഴപ്പം? അപ്പൊ ഇവരുടെ കൺസേൺ എന്താ? അങ്ങനെയല്ല, വലിയ കുട്ടിയായി, വളർന്ന കുട്ടിയായി, വീട്ടിൽ കുറെ ആൾക്കാരുണ്ട്, ഇപ്പൊ കസിൻസിന്റെ വീട്ടിൽ പോയി നിൽക്കുന്ന കുട്ടിയാണ്, പുറത്തു പോകുന്ന കുട്ടിയാണ്, അമ്മയ്ക്ക് ടെൻഷനാണ്. അത് ജെനുവിൻ അല്ലേ? ആണ്. പക്ഷേ സ്വിച്ച് ഇട്ട പോലെ ഈ കുട്ടിക്കാരെ എടുക്കാൻ പറ്റില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. അവൾക്ക് അവളുടേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിനെ നാവിഗേറ്റ് ചെയ്യാനും കൂടെ നമ്മൾ പഠിക്കണം. കുട്ടി ഈ പീരിയഡ്സ് ആവുമ്പോൾ സ്വിച്ച് ഇട്ട പോലെ അത് വലിയ കുട്ടിയാവേ. പക്ഷെ ആൺകുട്ടിക്ക് അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. അവർക്ക് പിന്നെ വലുതാകുമ്പോഴും ദേ ആർ മോർ ഫ്രീ. അവർ വലിയ കുട്ടിയായല്ലോ എന്നാണ് പറയാ. അത് എന്തെങ്കിലും ഒരു പ്രശ്നമാകുമ്പോഴാണ് അവർക്ക് അയ്യോ പറഞ്ഞു കൊടുക്കേണ്ട. ബട്ട് സ്റ്റിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് പോലും പേരൻസ് ഓൾമോസ്റ്റ് ചിന്തിക്കാറില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. ആൺകുട്ടികൾ എന്തെങ്കിലും പ്രോബ്ലത്തിൽ പോയി ചാടുവാണെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സറൗണ്ടിങ്സ്, അല്ലെങ്കിൽ സൊസൈറ്റിന്ന് അവർ ലേബിൾ ചെയ്യും. പക്ഷെ ഞാനിത് പറയേണ്ട ഒരു നീഡ് ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത് വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇപ്പം സൊസൈറ്റി നമ്മൾ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ വ്യത്യാസം വരും. ഇപ്പം ഒരു റീല് കാണുമ്പോൾ നമുക്ക് ആ ഡ്രസ്സ് കുഴപ്പമില്ല, എന്നാൽ ആ സെയിം ഡ്രസ്സ് നമ്മുടെ കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രോബ്ലമാണ്. അപ്പം ഇതൊക്കെ ടീനേജേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യും. ഇവിടേക്കാണ് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട്, നമ്മുടെ തോട്ട്സ് എന്താണ്, വൈ ആർ വി ബിഹേവിങ് ലൈക്ക് ദിസ്. നമുക്ക് ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് ഓക്കെയാണ്, ചില സ്ഥലത്ത് അങ്ങനെയല്ല. വൈ? ഇതെല്ലാം സെക്സിൽ പറയപ്പെടുന്ന കാര്യങ്ങളാണ്.